നമുക്ക് സമാധാനം കിട്ടുന്നത് സ്വന്തം വീട്ടിൽ വരുമ്പോഴല്ലേ. അല്ലാഹു ഖുർആനിലൂടെ സുക്കൂന് സമാധാനം എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കെട്ടിയ പെണ്ണാണ്, മറ്റൊന്ന് വീടാണ്. ഇത് രണ്ടും എന്റെ സഹോദരങ്ങളെ സമാധാനത്തിന്റെയും അസമാധാനത്തിന്റെയും പ്രതീകമാണ്. പെണ്ണ് കെട്ടി കൊഴഞ്ഞു പോയവരെ രക്ഷയില്ല, തലവരെയാണ്. നല്ല വാഹനം, നല്ല പെണ്ണ്, നല്ല വീട്, ഇതൊരു മനുഷ്യന്റെ ദുനിയാവിന്റെ ഭാഗ്യമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ഉണ്ടാക്കിയ വീട് പോരാ, ഞാനതിന് തെളിവ് പറഞ്ഞു തരാം. നിർമ്മിച്ച വീട് പോരാ, അതല്ലെങ്കിലോ കല്യാണം കഴിച്ച ഭാര്യ പോരാ, അല്ലെങ്കിൽ കെട്ടിയോൻ പോരാ. പൊതുവെ ഭാര്യമാരെ പറ്റിയാ പറയുന്നത്, കെട്ടിയമാർക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. അതൊരു ഒരു 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 പിന്നെ സെൽഫിഷായി, ഒരു സ്വന്തം കാര്യമായി പറഞ്ഞതാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. പിന്നെ എടുക്കുന്ന വാഹനം അത് നല്ലതാണെങ്കിൽ നല്ല വാഹനം എടുക്കണം. ഇവിടുന്ന് പാങ്ങോട് മന്നാനിയുടെ വളവ്, ഇബ്രാഹിം ഉസ്താദിന്റെ കോളേജിന്റെ വളവ് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ വണ്ടി നിന്ന് ആരൊക്കെയോ വന്ന് തള്ളിക്കയറ്റി ഓടിച്ചു. ഇപ്പൊ അങ്ങോട്ട് വന്നപ്പോ ഒരു വണ്ടി അന്തരീക്ഷത്തിരിക്കണം അല്ലേ ഉസ്താദ്? പിന്നെ ഉസ്താദ് ഇറങ്ങിയിട്ടാ ശരിയായി കൊടുത്തു കുറച്ചപ്പുറത്ത്. അപ്പോ അങ്ങോട്ട് പോകുമ്പോ വണ്ടി കേടായി. എന്ത് ചെയ്യും? വണ്ടി ശരിയാക്കി നേരെ ഇവിടെ നിന്ന് പോയി പാങ്ങോട് ജംഗ്ഷനിലെത്തിയപ്പോ വീണ്ടും കേടായി. അതെങ്ങനെയൊക്കെ ശരിയാക്കി വെച്ച് നേരെ കുറച്ച് അങ്ങോട്ട് പോയി പുലിപ്പാറ എത്തിയപ്പോ വീണ്ടും കേടായി. അതാരൊക്കെയോ വന്ന് വീണ്ടും ശരിയാക്കി. നേരെ കല്ലറ എത്തിയപ്പോ വീണ്ടും കേടായി. ഇതുകൊണ്ട് പിന്നെ ഒരു മനുഷ്യന് നാശമല്ലാതെ പിന്നെന്തുണ്ടാവാനാ? അതേസമയം വണ്ടിക്കൊരു പ്രശ്നം ഇല്ലെങ്കിലോ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കും. ഭാര്യ സമാധാനം തരുന്നില്ല, തീർന്ന്, അതോടുകൂടി ജീവിതം തീർന്നു. സമാധാനമില്ലാത്ത ഭാര്യയാണെങ്കിൽ വേറെ ഒരു കാര്യവും വേണ്ട. മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും പറയുമ്പോ നമ്മളൊന്ന് ചൂടായാൽ, ഒന്ന് നമുക്ക് ദേഷ്യം വന്നാൽ, പിന്നെ ചിമ്പാൻസിയെ കണക്ക് മുഖവും വലിച്ചിറക്കി നിൽക്കുന്ന കുറെ ഭാര്യമാരുണ്ട്. സമാധാനക്കേടാണ്. വിട്ടു പുറത്തു കൊടുക്കാൻ, ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു മനസ്സില്ലാത്തൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കാര്യം പടച്ച തമ്പുരാനാണ്, തീർന്നതോടുകൂടി. അതേപോലെ തന്നെ വീട് സമാധാനമില്ല. സമാധാനമില്ലാത്ത വീടാണെങ്കിലോ വിശുദ്ധ ഖുർആനിലൊരു തെളിവുണ്ട് നമ്മുടെ മുമ്പിൽ. സമാധാനമില്ലാത്തൊരു വീട്ടിൽ കിടന്ന എന്താ സമാധാനത്തിന്റെ കുറവ്? മനസ്സിന് സുഖമില്ല, അത്രേ ഉള്ളൂ. പരിചാരികമാരുണ്ട്, തോഴിമാരുണ്ട്, താരാട്ട് പാടാൻ ആളുണ്ട്, തുണി അലക്കി കൊടുക്കാൻ ആളുണ്ട്, പാചകം ഒന്നും ചെയ്യണ്ട ഉണ്ടാക്കി കൊടുക്കാൻ ആളുണ്ട്, ചവച്ച് തിന്നോണ്ടാ മതി. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു പെണ്ണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഖുർആൻ പറഞ്ഞതാണ്. പക്ഷെ ആ വീട്ടിൽ സമാധാനം ഇല്ല, അത്രേ ഉള്ളൂ പ്രശ്നം. ബാക്കിയെല്ലാം ഉണ്ട്. ഭർത്താവ് ഏതെങ്കിലും ഒരു സാധാരണക്കാരനല്ല. ആ ഭർത്താവ് ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ അഹങ്കാരിയാണ്, ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയാണ്. ആ ഭർത്താവ് എന്താണോ ഇച്ഛിക്കുന്നത്, എന്താണോ ഭർത്താവ് ഉദ്ദേശിക്കുന്നത്, അത് നടപ്പിലാക്കാതെ ഒരടി പിന്നോട്ട് പോകാത്ത ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ രൗദ്രഭാവമായ സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ ആസിയത്ത് റളിയല്ലാഹു തആല അൻഹ. അവർക്ക് എന്തിന്റെ കുറവാണ്? ഒരു കൊട്ടാരത്തിലെ ഭാര്യയാണ്, റാണിയാണ്, രാജകുമാരിയാണ്. അവർക്ക് എന്തിന്റെ കുറവാണ്? തോഴിമാരുണ്ട്, അലക്കി കൊടുക്കാൻ, ആട്ടിക്കൊടുക്കാൻ, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാൻ, വീശി കൊടുക്കാൻ, എല്ലാത്തിനും ആളുകളുണ്ട്. പക്ഷെ ആ ഭാര്യയ്ക്ക് കിട്ടാതെ പോയത് ഒന്ന് മാത്രം, സമാധാനം. വീട് മസ്കനാകണം, അല്ലത് യസ്കുനു ബിഹാ. ആ വീട് കൊണ്ട് സമാധാനം ഉണ്ടാകണം. വിശുദ്ധ ഖുർആന്റെ പദപ്രയോഗമാണ് ബൈത്ത്, ദാറ്, മസ്കൻ. എവിടെ പോയാലും രാത്രി കിടക്കണമെങ്കിൽ വീട്ടിൽ വരണം, അതാണ് ബൈത്ത്. എവിടെ പോയാലും ചിന്ത വീട്ടിലാണ്, അതാണ് ദാറ്. എവിടെ പോയാലും നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിൽ വരണം. എവിടെയൊക്കെ പ്രസംഗത്തിന് പോയാലും സമാധാനം കിട്ടണമെങ്കിൽ പ്രസംഗിക്കുന്നതിന് വീട്ടിൽ പോകണം. എന്തൊക്കെ ഭരണ MLA ആണ്, അയാൾ നിയമസഭയിലെ ആളാണ്, അയാൾ മന്ത്രിയാണ്, അയാൾ ചീഫ് സെക്രട്ടറിയാണ്, അയാൾ അതാണ് ഇതാണ്. പക്ഷേ അവർക്ക് സമാധാനം കിട്ടണമെങ്കിൽ വീട്ടിലേക്ക് വരണം. ആ വീട് സമാധാനത്തിന്റെ ഗേഹമാണ്. ചരിത്രത്തിൽ ഒരു പെണ്ണ്, ആ പെണ്ണ്, ആ സ്ത്രീ, ആ മഹിള
അഹങ്കാരത്തിന് സമാധാനം നഷ്ടപ്പെട്ടപ്പോൾ വെറും സ്ത്രീയല്ല, വെറും പെണ്ണല്ല, കൊച്ചാലുമൂട്ടിലെ ഒരു പെണ്ണിനെ പോലെയല്ല, സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഭാര്യയെ പോലെയല്ല, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ ഭാര്യയെ പോലെയല്ല. അവർക്കത് ഇല്ലാത്തത് കൊണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. സഹോദരങ്ങളെ, ആരാണെങ്കിലും ഈ പറയപ്പെടുന്ന ഭാര്യ ചില്ലറക്കാരിയല്ല. ഈ ഭാര്യ നിങ്ങൾക്കറിയോ, മദീനത്തുൻ നബവിയുടെ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തിരുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുകരങ്ങൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ 5 വിരലുകൾ, പരിശുദ്ധമായ ഹബീബായ പ്രവാചകന്റെ 5 വിരലുകൾ, ഖിൻസറും ബിൻസറും മുസ്തയും മുസബ്ബിഹയോ 4 വിരലുകൾ മസ്ജിദുൻ നബവിയുടെ മുറ്റത്തെ മണലിലേക്ക് ഒരു വര വരയ്ക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ 1ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദിഹി ഖദീജത്തുൽ കുബ്ര, ഇതെന്റെ ഖദീജയാണ്. 2ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദിഹി ഫാത്തിമത്തു സഹ്റ, ഇതെന്റെ ഫാത്തിമ എന്ന പൊന്നുമോള. 3ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദിഹി മറിയം, ഇത് മറിയം ബീവിയാ. 4ാമത്തെ വര ചൂണ്ടിയിട്ട് പറഞ്ഞു, ഹാദിഹി ആസിയ, ഇത് ആസിയയാണ്. എന്തേ ഈ 4 സ്ത്രീകളുടെ പ്രത്യേകത എന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, നിങ്ങളുടെ സ്വർഗത്തിലെ നേതാക്കന്മാരാരാണ്? സാനിയ മിർസയല്ല. ആരാ നിങ്ങളുടെ നേതാവെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാക്കന്മാര് 4 പേരാ. യുവാക്കൾക്ക് 2 നേതാക്കന്മാരാണ്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ യുവാക്കളുടെ നേതാക്കന്മാര് 2 പേരാണ്. ഒന്ന് ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ, കറുത്ത നീഗ്രോ വിഭാഗത്തിൽപ്പെട്ട എത്യോപ്യക്കാരായ ഹബശികളായ കറുത്ത വർഗക്കാരായ ആളുകൾക്ക് 3 നേതാക്കന്മാരുണ്ട്. ഒന്ന് നജാശി രാജാവാണ്, 2 ലുഖ്മാനുൽ ഹക്കീമാണ്, അതുപോലെ ബിലാൽ ഇബ്നു റബാഹാണ് റളിയല്ലാഹു അൻഹു. എന്നാ സ്ത്രീകളുടെ നേതാക്കന്മാർ ആരാണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, മറിയം ബീവിയാ, ആസിയ ബീവിയാണ്, ഖദീജ ബീവിയാണ്, ഫാത്തിമ ബീവിയാ. ഈ 4ൽ ഒരാളല്ലേ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. ഈ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ സമാധാനം മാത്രം വീട്ടിൽ നിന്ന് കിട്ടാതെ വന്നപ്പോ ഒരു പെണ്ണിന് എന്ത് കിട്ടാനാ? ഇഷ്ടം പോലെ ഭക്ഷണം കൊടുത്തത് കൊണ്ട് മതിയോ ഭർത്താവേ? ഒരു പെണ്ണിന് എന്താണ് വേണ്ടത്? ആവശ്യത്തിലധികം തുണിത്തരങ്ങൾ വാങ്ങിക്കൊടുത്തത് കൊണ്ട് മതിയാവോ? ഒരു പെണ്ണിന് എന്താ വേണ്ടത്? അവൾക്ക് കിട്ടേണ്ടത് സ്നേഹമല്ലേ? അവൾക്ക് കിട്ടേണ്ടത് കരുതലല്ലേ? അവൾക്ക് കിട്ടേണ്ടത് ജാഗ്രതയല്ലേ? അവൾക്ക് കിട്ടേണ്ടത് ഒരു പ്രത്യേകമായ താങ്ങലല്ലേ? അവളെ പിന്താങ്ങി നിൽക്കുന്ന ഭർത്താവല്ലേ ആകേണ്ടത്? അതൊന്നും കിട്ടാതെ വന്നപ്പോ ആ മറാസിയ റളിയല്ലാഹു തആല പടച്ചവനോട് പറഞ്ഞതെന്തെന്നറിയോ? ഇത് കാലത്ത് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, പടച്ചോനെ, എനിക്ക് ഈ ലോകത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എനിക്ക് എന്റെ ഭർത്താവായ ഫിർഔനോടൊത്ത മരണം വരെ കഴിയണമെന്നല്ല. പടച്ചറപ്പേ, ഇവിടെ ഒന്നിനും ഒരു കുറവില്ല. ഇവിടെ താരാട്ടുപാടാ തോഴിമാരുണ്ട്, ഇവിടെ വെഞ്ചായം വീശാ തോഴിമാരുണ്ട്, അതുപോലെ തന്നെ എല്ലാ നിലയിലും എനിക്ക് സൗകര്യങ്ങൾ ചെയ്യാൻ ആളുകളുണ്ട്. എനിക്കൊന്നും അറിയണ്ട, പക്ഷേ എനിക്ക് വേണ്ടത് സമാധാനമാണ്. അതിവിടെ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, എനിക്ക് പകരം സ്വർഗത്തിൽ ഒരു വീട് തരുമോ തമ്പുരാനെ? ഇവിടത്തെ വീട് എനിക്ക് വേണ്ട, സ്വർഗത്തിലെ ഒരു ഭവനം എനിക്ക് തരുമോ എന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമാധാനമാണ് വേണ്ടത്. സമാധാനമാണ് ഒരു വീട്ടിൽ കിട്ടുന്നത്. അങ്ങനെയാണോ നമ്മുടെ വീട്? ചിന്തിച്ചു നോക്ക്. എവിടെ പോയാലും കിടക്കാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നതാണോ നിങ്ങൾക്ക് റാഹത്തായിട്ട് തോന്നുന്നത്? എങ്കിൽ ആ വീട് ആദരിക്കപ്പെടുന്ന ഭവനമാണ്. അല്ലാതെ രാത്രിയാകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്ത് പോയി കിടക്കുന്നവർ, അങ്ങനെയാണല്ലോ. പ്രശ്നങ്ങൾ വരുമ്പോ പോയി കിടക്കും, മാറിക്കിടക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമയെ കാണാൻ വേണ്ടി വന്നു റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണാൻ വേണ്ടി വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. ചോദിച്ചു, ഫാത്തിമ, അലി എവിടെ? എന്തോ പിണങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി വാപ്പച്ചി, അല്ലെങ്കിൽ അള്ളാന്റെ ഹബീബേ. അള്ളാഹുവിന്റെ റസൂല് പെട്ടെന്ന് പോയി. അറിയാം, സാധാരണ ഒരാള് വീട്ടിലില്ലെങ്കിൽ, വീട്ടിൽ ഭാര്യയായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ നേരെ എവിടെ പോകും? പറയും, എവിടെ പോകും? നേരെ പള്ളിയിൽ വന്നിട്ട് മുസ്ലിയാർക്ക് ഇപ്പൊ പോരാ, ബാങ്കിന് നീളം പോരാ, ഓതല് തീരെ പോരാ എന്ന് പറഞ്ഞ് പള്ളിയിൽ വന്നിട്ട് ബഹളം വെക്കുന്നവരാ വീട്ടിലെ ഭാര്യ ചെവളെ കുത്തിയിട്ടതാ. അതുകൊണ്ട് അപ്പൊ വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ എവിടെ നോക്കിയാൽ മതി? പള്ളിയിൽ നോക്കിയാൽ മതി. പിന്നെ പള്ളി അങ്ങോട്ട് ഭരിക്കുകയാണ്.
ഇവിടത്തെ കാര്യമല്ല കേട്ടോ, പൊതുവെ ടോട്ടലായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇവിടെ എനിക്കറിയില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ ആകെ ദുനിയാവിൽ 2 തവണ ഞാൻ അവിടെ വന്നിട്ടുള്ളത്. ഒന്ന് അന്നത്തെ പ്രസംഗത്തിന്, പിന്നെ ഇന്നത്തെ പ്രസംഗത്തിന്. ഇതിനിടയിൽ ഇതുവഴി പോയിട്ട് പോലുമില്ല. തൊട്ടടുത്താണ്, വളരെ തുച്ഛമായ കിലോമീറ്ററുകൾ എന്റെ നാട്ടിൽ നിന്ന്, പക്ഷെ ഞാൻ വന്നിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കുക, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാപ്പാ എന്റെ ഭർത്താവ് അലി പിണങ്ങി ഇവിടെ നിന്ന് പോയിരിക്കുക, ഞാനുമായിട്ടൊരു സൗന്ദര്യ പണക്കം. അതുകൊണ്ട് സമാധാനം വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ നേരെ അവിടെ നിന്ന് ചാടും, എല്ലാരും ചാടും. നബിതങ്ങൾ നേരെ പോയി നോക്കുമ്പോൾ അല്ലാഹുവേ, മസ്ജിദുൻ നബവിയിലെ ആ നല്ല കുഷനിട്ട, ആ നല്ല AC ഒക്കെ ഓണാക്കിയിട്ട് കുഷനിട്ട ആ നല്ല കാർപ്പറ്റിൽ ഇങ്ങനെ സുന്ദരമായിട്ട് കിടന്നുറങ്ങുക അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകൻ എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെ അല്ലാഹ് നമുക്ക് തന്ന സൗകര്യങ്ങളാ. മസ്ജിദുൻ നബവിയുടെ അവസ്ഥ എന്താണ്? മണലാണ്, മണ്ണ് വിരിച്ചതാണ്, കിടന്നുറങ്ങാണ്. അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബിനെ സഹിച്ചില്ല. ഓടി ചെന്നിട്ട് അലി തങ്ങളെ വിളിക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോ എന്താ റസൂല് കണ്ടതെന്നറിയോ? തിരിഞ്ഞു കിടക്കുന്ന അലിയാർ തങ്ങളുടെ മുതുകത്ത് ആ മസ്ജിദുൻ നബവിയിലെ മണൽ തരികൾ ഇരിക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ച ഒരു പേരുണ്ട്, ഖും യാ അബാ തുറാബ്. അബൂ തുറാബേ എഴുന്നേക്ക്, അബൂ തുറാബേ എഴുന്നേക്ക് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മണ്ണിന്റെ വാപ്പ, മുതുകത്ത് മണ്ണ് പറ്റിയിരിക്കുകയാണെന്ന അർത്ഥം. മണ്ണിക്കിടന്ന് ഉരുണ്ട അലിയെ എഴുന്നേക്ക്, അലിയെ എണീക്കുമോനെ, എന്തിനാ നീ ഇവിടെ കിടക്കുന്നത്? കുമ്യ അബാ തുറാബ്. സഹാബാക്കൾക്കൊക്കെ അങ്ങനെ പേരുകളുണ്ട്. നമ്മളൊക്കെ കേൾക്കുന്ന പേരുകൾക്ക് അപ്പുറത്ത് അവർക്ക് ആദ്യം വേറൊരു പേരുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഇടുന്ന പേരാണ് ഇങ്ങനത്തെ പേര്. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബിയാരാ? സഹാബികളുടെ കൂട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോ റിപ്പോർട്ടറുടെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആരുടെ പേരാ? അബൂ ഹുറൈറ, അല്ലേ? അബൂ ഹുറൈറ അറിയാത്ത ആരുമില്ലല്ലോ. എന്താ അദ്ദേഹത്തിന്റെ പേര്? അബ്ദുള്ള എന്നാണ്. അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു ദിവസം കയ്യിൽ എന്തോ ഒളിപ്പിച്ച് നിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിച്ചു, എന്താ അബ്ദുള്ള കയ്യില്? ഒന്നുമില്ല നബിയെ, ഒരു കൊച്ചു പൂച്ചക്കുട്ടിയെ കിട്ടിയപ്പോൾ കയ്യിൽ വെച്ചതാ, ഒരു ചെറിയ പൂച്ച, കൊച്ചു പൂച്ച. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, യാ അബാ ഹുറൈറ, കൊച്ചു പൂച്ചയുടെ വാപ്പ, കൊച്ചു പൂച്ചയുടെ വാപ്പ. അന്ന് മുതൽ ആ സഹാബിയുടെ പേര് അബൂ ഹുറൈറ. ഇന്നും ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരി തങ്ങൾ അടക്കം, മുസ്ലിം തങ്ങൾ അടക്കം മുഴുവൻ മഹാന്മാരായ ഇമ്മത്തുകളും ഹദീസിന്റെ റിപ്പോർട്ടർമാരെ പറയുമ്പോൾ അൻ അബ്ദില്ല എന്നല്ല, അൻ അബീ ഹുറൈറ എന്ന് പറഞ്ഞുകൊണ്ടാ കൊടുക്കുന്നത്. അബാ തുറാബേ, മണ്ണിന്റെ വാപ്പ, എഴുന്നേക്ക് അവിടുന്ന്. അപ്പോ വീട്ടിൽ സമാധാനം കിട്ടാതെ വന്നാ എവിടെ പോകും? പള്ളിയിൽ പോകും. അപ്പൊ സമാധാനം നമുക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് ആദരിക്കപ്പെടുന്ന വീടായി. അതേപോലെ എവിടെ പോയാലും നമ്മുടെ മനസ്സ് വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? വീട് നല്ല വീടാ, സന്തോഷമുള്ള വീടാ. അതുപോലെ മൂന്നാമത്, വീട്ടിൽ നമുക്ക് എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും 100 പ്രശ്നങ്ങൾ പള്ളിയുടെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് നീ കണക്ക് ഇങ്ങോട്ട് വയ്യടാ, നീ അങ്ങോട്ട് കയറ്റി എഴുതടാ, ഇങ്ങോട്ട് ഇറക്കി എഴുതടാ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളാവും. സംഘടനാ ചർച്ചകൾ, രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾ, അങ്ങനെയാവും ഇങ്ങനെയാവും. നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ സമാധാനം കിട്ടുന്ന എപ്പോഴാ? വീട്ടിലേക്ക് പോയി ഫാനൊക്കെ വന്നിട്ട് മലർന്നിങ്ങനെ കിടക്കുമ്പോ നമുക്ക് സമാധാനം കിട്ടും. ഓ, എന്തരായിരുന്നു രാവിലെ മുതൽ, ഇപ്പൊ സന്തോഷമായല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ കിടക്കുമ്പോ ഒരു സമാധാനം കിട്ടുവോ? എന്നാൽ ആ വീട് ആദരിക്കപ്പെടുന്ന ഭവനമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ആസിയ ബീവിക്ക് സൗകര്യങ്ങൾ എന്തുണ്ടായിട്ടും പറഞ്ഞത്, പടച്ചോനെ ഇതെനിക്ക് പോരാ, എനിക്ക് അവിടുത്തെ വീട് മതി. സമാധാനം പ്രശ്നമാണ്. വീട്ടിൽ ചെറിയൊരു സമാധാനം നഷ്ടപ്പെട്ടപ്പോഴാണ് അലി തങ്ങൾ ഇറങ്ങി പള്ളിയിൽ പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അബൂ തുറാബ് എന്ന് പേര് കിട്ടിയത്. ഇനി നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ചില വീടുകൾ താമസിക്കാൻ കൊള്ളില്ല, സമാധാനം കിട്ടൂല. ഒരിക്കൽ ഇമാം അബൂ ദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ലോകത്തുള്ള മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളും തബ്ലീഗുകാരും സമസ്തക്കാരും ദക്ഷിണക്കാരും എല്ലാ വിഭാഗക്കാരും അംഗീകരിക്കുന്നവരാണല്ലോ സിഹാഖുസിത്ത. ഈ സിഹാഖുസിത്ത ഏതാണ്? ബുഖാരിയാണ്, മുസ്ലിമാണ്, അബൂ ദാവൂദാണ്, ഇബ്നു മാജയാണ്, തുർമുദിയാണ്, നസായിയാണ്. അതേ അബൂ ദാവൂദിൽ കാണുന്ന ഹദീസാണ്. യഹ്യ ഇബ്നു സഈദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. ഒരിക്കൽ ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ മുന്നിൽ വരികയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയേ
എന്റെ വീടിന്റെ ഒരവസ്ഥ പറയാൻ വേണ്ടി വന്നതാ. എന്റെ സഹോദരിമാരെ കേൾക്കണേ, വീടിനെ പറ്റി പരാതിയും പറഞ്ഞുകൊണ്ട് നബി തങ്ങളുടെ മുന്നിലേക്ക് വരിക. എന്താ പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബേ വൽ അദദു കസീർ. ഞാൻ ആ വീട്ടിൽ താമസമാക്കിയപ്പോ എന്റെ വീട്ടിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, എണ്ണം കൂടുതലായിരുന്നു. വൽമാലു വാഫിറൂ, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, നല്ല സമ്പൽ സമൃദ്ധിയായിരുന്നു, ഒരുപാട് ആളുകൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു. നബിയെ, ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയണോ? ഫഖല്ലൽ അദദു, വീട്ടിന്റെ ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. എന്ന് പറഞ്ഞാൽ പൊടുന്നനവെ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാ. പെട്ടെന്ന് വീട്ടിലെ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാ. എന്ന് മാത്രമല്ല, വദഹബൽ മാൽ, എന്റെ വീട്ടിൽ ഒരു പൈസ നിൽക്കുന്നില്ല, എല്ലാ സമ്പത്തും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാ. എന്തു വേണം റസൂലേ, എന്തു വേണം ഹബീബേ? ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ദഉഹാ ഫഇന്നഹാ ദമീമാ, ആ വീട്ടിൽ നീ താമസിക്കണ്ട, അത് കൊള്ളില്ല മോളെ, കൊള്ളില്ല. ആ വീട് താമസത്തിന് പറ്റിയ വീടല്ല, അത് താമസിക്കാൻ പറ്റിയ വീടല്ല. അതുകൊണ്ട് ആ വീടിനെ അങ്ങ് ഉപേക്ഷിച്ചേക്ക്, വേറെ എവിടെയെങ്കിലും താമസമാക്കിക്കോ. എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല. ആളുകൾ മരിക്കുന്നത് അവരുടെ അജലെത്തുമ്പോഴാണ്, അവധിയെത്തുമ്പോഴാണ് ശരി. പക്ഷേ പൊടുന്നനവെയുള്ള മരണങ്ങൾ, പെട്ടെന്ന് പൊടുന്നനവെയുള്ള മരണങ്ങൾ നടക്കുമ്പോ ആ മരണങ്ങളുടെ പേരില്, അതുപോലെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പേരില് പരിഭവവും പരാതിയുടെ കെട്ടഴിച്ചു വന്ന നാട്ടിലെ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് കാരുണ്യത്തിന്റെ പ്രവാചകൻ അവിടത്തെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പൂ ചുണ്ടുകൊണ്ട് പറയുകയാണ്, ആ വീട്ടിൽ നിന്ന് താമസം മാറിക്കോ, അത് താമസിക്കാൻ പറ്റിയ വീടല്ല മോളെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്ക്, നമുക്ക് വീട് സമാധാനം തരുന്നതാകണം. എവിടെ പോയാലും നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കണക്ട് ആയിരിക്കുന്നത് നമ്മുടെ വീട്ടിലാകണം. അതുപോലെ എവിടെ പോയാലും രാത്രി ഒരു കണ്ണടയ്ക്കാൻ, ഒന്ന് ചരിഞ്ഞ് കിടക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള പൂതി നമുക്കുണ്ടെങ്കിൽ ആ വീടാണ് നമുക്ക് താമസത്തിന് പറ്റിയ വീട്. അതാണ് ഈ 3 പദങ്ങൾ അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത്. ശ്രദ്ധയോടെ നിങ്ങൾ മനസ്സിലാക്കി സഹോദരിമാരെ, എങ്ങനെ നമ്മുടെ വീടിനെ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുക? ഇനിയിപ്പോ പൊളിച്ചു കളയാൻ പറ്റുമോ? ഏതായാലും മന്ത്രവാദി വന്നിട്ട് പാവപ്പെട്ട പഞ്ചായത്ത് വെച്ച് കൊടുത്ത വീടാ, സ്ഥലം വേറെ ആരാ 3 സെന്റ് കൊടുത്തു. അങ്ങനെ 3 സെന്റ് കൊടുത്തു. ആ 3 സെന്റിൽ ഏതോ ഒരു പാവപ്പെട്ട സംഘടന ഒരു വീടും വെച്ച്, പഞ്ചായത്ത് വീട് വെച്ച് കൊടുത്തു. അങ്ങനെ താമസം തുടങ്ങിയ കൂട്ടത്തില് ഒരു ദിവസം പാലാച്ചന് വന്നില്ലല്ലോ ആക്കാന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് എത്തിയേക്കാന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു, അടുക്കള പൊളിച്ചിട്ട് ഹാളിന്റെ വെളിയിലാക്കാൻ പറഞ്ഞു. അതിനെ പാവപ്പെട്ടവൻ പൊളിച്ചെല്ലാം എടുത്ത് വെളിയിൽ വെച്ച്. അങ്ങനെ അദ്ദേഹം പോയി. പിറ്റേന്ന് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ അടുക്കളയ്ക്ക് പറ്റിയതല്ല, അതെടുത്ത് ഭാഗത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം ചിന്തിക്കുന്നത് പഞ്ചായത്ത് വീടും തരണ്ടായിരുന്നു, ആളുകള് ഭൂമിയും തരണ്ടായിരുന്നു, പഴയ ഷെഡ് തന്നെയാണ് നല്ലത്. കാരണം അവിടെ പിന്നെ കിച്ചണും ഇല്ല, അവിടെ പിന്നെ ഹാളും ഇല്ല, ഒന്നുമില്ല, സമാധാനം ഉണ്ടായിരുന്നു. ചില വീടുകൾക്ക് സമാധാനം ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് ദുർമന്ത്രവാദികളെ കാണാനൊന്നും പോണ്ട. അറിവുള്ള ആലിമീങ്ങളടുത്ത് ചോദിക്കണം, ഉസ്താദെ വീട്ടിൽ എന്താ ചെയ്യേണ്ടത്? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു തന്നിട്ടില്ല വീട്ടിൽ എന്തൊക്കെ വേണോന്ന്. വീട്ടിൽ എന്തൊക്കെ വേണോന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞെന്താ? വീട് കൊള്ളില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ഒരു മനുഷ്യന്റെ ദുനിയാവിൽ കൊച്ചാലും മൂട്ടിലെ ഒരു മനുഷ്യൻ, ഒരു സത്യവിശ്വാസിയുടെ വിജയം 3 കാര്യങ്ങളാണ്. ആഖിറത്തിന്റെ അവിടെ നിൽക്കട്ടെ, ദുനിയാവിലെ അവന്റെ സന്തോഷം 3 കാര്യങ്ങളാണ്. അവന് വലിയ മാളുണ്ടോ, ടെക്സ്റ്റൈൽസ് ഉണ്ടോ, സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, അതൊന്നും അല്ല നോട്ടം. അവന് കെട്ടിയ പെണ്ണ് നല്ലതാണോ, അവന് യാത്ര ചെയ്യുന്ന വാഹനം നല്ലതാണോ, അവൻ കിടക്കുന്ന വീട് നല്ലതാണോ, അവന് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമതാ, ഏറ്റവും വലിയ ഭാഗ്യമതാ. നമുക്ക് എന്ത് ചെയ്യാം? ഇനി അതല്ല ചെയ്യേണ്ടത്. ഇപ്പൊ രോഗം കണ്ടുപിടിച്ചു, നമുക്കിനി എന്ത് മരുന്ന് നമുക്ക് ചെയ്യാം? രോഗം നിർണയിച്ചു കഴിഞ്ഞു, ഇനി എന്ത് മരുന്നാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക? അത് നമുക്ക് പറയാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ അക്കമിട്ട് എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, കൊച്ചാലമ്മൂട് പള്ളി എങ്ങനാണോ അതുപോലെയാകണം നമ്മുടെ വീട്, അതുപോലെയാകണം നമ്മുടെ വീട്. കൊച്ചാലമ്മൂട് പള്ളി എങ്ങനാണോ അതുപോലെയാകണം നമ്മുടെ വീട്. പാങ്ങോട് പള്ളി എങ്ങനാണോ അങ്ങനാകണം നമ്മുടെ വീട്.
പുലിപ്പാറ പള്ളി എങ്ങനാണോ അതുപോലെയാകണം നമ്മുടെ വീട്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മശിയുക ഫിൽ മസ്ജിദി, പള്ളിയിലേക്ക് നീ പോകേണ്ടത് നടന്നല്ലേ, നടക്കുന്നതിന്റെ ഓരോ ചുവട്ടടിക്കും നിനക്ക് കൂലിയല്ലേ. മശിയുക ഫിൽ മസ്ജിദി, പള്ളിയിൽ നിസ്കരിക്കാൻ നീ നടന്നു പോകുമ്പോൾ വൻസിറാഫുക ഇലാ അഹ്ലിക, അത് കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫിൽ അജ്രി സവാ, രണ്ടിനും കിട്ടുന്ന പ്രതിഫലം തുല്യം തന്നെ. അങ്ങോട്ട് പോകുമ്പോ കിട്ടുന്ന പ്രതിഫലം തന്നെയാണ് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയും വീടും ഈ പ്രതിഫലത്തിന്റെ വിഷയത്തിൽ തത്തുല്യമാണ്. അതെങ്ങനെ ആക്കണം? എങ്ങനെ ആക്കണം? ഇനി പറയുന്ന പള്ളിയുടെ കാര്യം ആദ്യം പറയാം. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർള്, ഈ പള്ളി എന്ന് പറയുന്നത് ഭൂമിയിലെ പടച്ചവന്റെ വീടാണ്, അല്ലാഹുവിന്റെ വീടാണ് ഈ ഭൂമിയിലെ പള്ളികൾ. ഈ പള്ളികൾ പടച്ചോന്റെ ഭൂമിയിലെ വീടാണ്. എന്നിട്ട് പറയുകയാണ്, തുദീഉ ലി അഹ്ലിസ് സമാ, ആകാശ ലോകങ്ങളിലുള്ള മലായിക്കത്തുകൾ ഉണ്ടല്ലോ. കൊച്ചാലുമൂട് പള്ളി എങ്ങനെയാണ് കാണുന്നതെന്നറിയോ? ഈ കൊച്ചാലുമൂട് പള്ളി എങ്ങനെയാണ് കാണുന്നത്? ആകാശലോകത്തുള്ള മുഖറബീങ്ങളായ മാലാകമാർ ഈ കൊച്ചാലുമൂട് പള്ളി എങ്ങനെയാണ് നോക്കി കാണുന്നതെന്നറിയോ? തുളീഉലി അഹ്ലിസ് സമാ, ആകാശലോകത്തുള്ള വാസികളായ മലക്കുകൾക്ക് ഈ ഭൂമിയിലെ പള്ളികൾ എങ്ങനെയാണ് അനുഭവപ്പെടുക? കമാ തുളീഉ നുജൂമസ് സമാഇ ലി അഹ്ലിൽ അർളി, ആകാശത്തിലെ താരങ്ങളുണ്ടല്ലോ, നക്ഷത്രങ്ങളുണ്ടല്ലോ, ആ നക്ഷത്രങ്ങൾ നമ്മളെ വീട്ടിൽ നിന്ന് നോക്കുമ്പോ മിന്നിത്തിളങ്ങുന്നില്ലേ? മിന്നിത്തിളങ്ങുന്ന താരകോടികൾ, ആ മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെ പോലെയാണ് ഈ മസ്ജിദുകൾ അല്ലാഹുവിന്റെ മലായിക്കത്തുകൾക്ക് തോന്നുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസാരമായി തള്ളേണ്ട ഹദീസല്ല. നമ്മുടെ പള്ളികൾ എങ്ങനാകണം? അത് ആകാശ ലോകത്തുള്ള മലായിക്കത്തുകൾക്ക് തിളക്കമുള്ളതാകണം. ഏതുപോലെ? ഈ ഭൂമിയിൽ ഇരിക്കുമ്പോ, ഈ പള്ളിമുറ്റത്ത് നിൽക്കുമ്പോ, നിങ്ങളുടെ വീടിന്റെ കോലായിലിരിക്കുമ്പോ ആകാശത്തിന് മിന്നിത്തിളങ്ങുന്ന താരകോടികളെ കണ്ടിട്ടില്ലേ? നക്ഷത്ര ഗാലക്സികളെ കണ്ടിട്ടില്ലേ? അതിന്റെ തിളക്കം എത്ര മനോഹരമാണ്! ആരും നോക്കാത്തത് കൊണ്ടാ സഹോദരങ്ങളെ. എന്തിനാ മസ്നക്കുടി പോണത്? എന്തിനാ ഊട്ടി പോകുന്നത്? എന്തിനാ കൊടൈക്കനാല് പോകുന്നത്? വീടിന്റെ രാത്രിയില് വീടിന്റെ തട്ടും പുറത്തുനിന്ന് കയറുമോ? എന്നിട്ട് മലർന്ന് കിടക്കുമോ? എന്നിട്ട് അല്ലാഹുവിന്റെ ആകാശത്തിലേക്കൊന്ന് നോക്കുമോ? നല്ല നിലാവുള്ള രാത്രിയായാലും അല്ലാതെ ആയാലും നക്ഷത്രങ്ങളെ കാണുമ്പോ എന്തൊരു സൗന്ദര്യമോ, എന്തൊരു സൗരഭ്യമോ! കാണാനെപ്പുറം മുൻസാ നക്ഷത്രങ്ങള്, എന്തോ ഒരു വെളിച്ചമാ സഹോദരങ്ങളെ. അവിടെ കാണുന്ന നക്ഷത്രങ്ങളുടെ പ്രകാശം നമ്മുടെ കണ്ണുകളെ ആനന്ദം കൊള്ളിക്കുമ്പോ ആ സമയത്ത് ചിന്തിക്കണം, ഇതേപോലെയാണ് എന്റെ കൊച്ചാലുമൂട് പള്ളി കാണുമ്പോ ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ, ലോകത്തുള്ള ലക്ഷോപലക്ഷമല്ല, കോടാന കോടിയല്ല, എണ്ണാൻ പറ്റാത്ത അത്രയും മാലാകമാര്, അവരുടെ എണ്ണം അല്ലാഹുക്കല്ലാതെ അറിയില്ലല്ലോ. ആ മലായിക്കത്തുകൾക്ക് കൊച്ചാലുമൂട് പള്ളി നോക്കുമ്പോ വീടിന്റെ തട്ടും പുറപ്പ് കിടന്നിട്ട് നക്ഷത്ര താരകോടികളെ കാണുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് പള്ളികളാണ്. ഇനി അത് നമ്മുടെ വീടാക്കി എടുക്കണം. അതെങ്ങനെ? ശ്രദ്ധിച്ച് കേൾക്കണം. ഇതേപോലെ നമ്മുടെ വീടാക്കണം, എങ്കിലേ പള്ളി ആദരിക്കപ്പെട്ടതുപോലെ വീടും ആദരിക്കപ്പെടുള്ളൂ. അങ്ങോട്ട് പോകുമ്പോഴും കൂലി, ഇങ്ങോട്ട് വരുമ്പോഴും തത്തുല്യ കൂലി കിട്ടണമെങ്കിൽ പള്ളി പോലെ നമ്മുടെ വീടാകണം. പള്ളി പോലെ നമ്മളെ വീടാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പള്ളികൾ മലായിക്കത്തുകൾ നോക്കുമ്പോ കാണുന്നത് എന്താ? പ്രകാശം. ഏത് പ്രകാശം? നമ്മൾ തിരിച്ച് അങ്ങോട്ട് നോക്കുമ്പോ നക്ഷത്രങ്ങളെ കാണുന്ന അതേ പ്രകാശം അവർക്ക് നമ്മുടെ പള്ളികൾ കാണുമ്പോ പ്രകാശം തോന്നണം. തിരിഞ്ഞില്ലേ? മനസ്സിലായില്ലേ? എന്നാൽ ഇനി വീടെങ്ങനാകണമെന്നറിയോ? സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാണ്, ആകാശത്തുള്ള മലക്കുകൾ ഉണ്ടല്ലോ, ആ മാലാകമാര് കാണുകയാണ്. എന്താ കാണുന്നത്? അൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹിൽ ഖുർആൻ, വീട്ടിൽ ഖുർആൻ ഓതുന്ന വീട്, വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഓതുന്ന വീട്,
അള്ളാഹുവിന്റെ കലാം എടുത്തു വെച്ചിട്ട് പാരായണം ചെയ്യുന്ന വീട് ആകാശ ലോകത്തുള്ള മലായിക്കത്തുകൾക്ക് പ്രകാശമാണ്. അവര് നോക്കുമ്പോൾ എങ്ങനെയാണ് കാണുന്നതെന്നറിയോ? കമായ തറാ അഹ്ലുൽ അർളിൻ നുജൂമാ. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള നമ്മൾ എങ്ങനാണോ നക്ഷത്രങ്ങളെ കാണുന്നത്, അതുപോലെ മലായിക്കത്തുകൾക്ക് ഈ പള്ളി തിളക്കമുള്ളതുപോലെ ഖുർആനോതുന്ന വീടുകൾ തിളക്കമുള്ളതായി അനുഭവപ്പെടുമെന്ന് സാഹിബുൽ ഖാബ ഖൗസൈ ഷഫീഉൽ മിദ്നിബി നബിയു സഖലൈൻ ത്വാഹ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ വീട് ഖുർആനുള്ള വീടാകണം, വീട് ഖുർആൻ ഓതുന്ന വീടാകണം. ആ വീട് ഖുർആൻ ഓതുന്ന വീടായ പിന്നെ ഏത് ക്ഷുദ്രജീവിയെ നമ്മൾ ഭയപ്പെടണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റമളാൻ മാസം വരാൻ പോവാൻ ഒരു റമളാന്റെ രാത്രിയിൽ അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, നീ ഇന്ന് ഗോഡൌണിൽ കാവല് നിൽക്കണം. അറിയുന്നവരാ നിങ്ങളൊക്കെ, ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തുകയാണ്. ഈ ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പക്ഷെ ഇടയ്ക്ക് ഉണർത്തുന്ന നല്ലതാവുമല്ലോ. അബൂ ഹുറൈറ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, ഇന്ന് ഗോഡൌണിൽ നീ കാവല് നിൽക്കണം. ഈ പറയുന്ന സഹോദരിമാർ ശ്രദ്ധിച്ച് കേൾക്കണേ. ഗോഡൌണിൽ കാവല് നിൽക്കണം. ബൈത്തുൽ മാലിന്റെ സക്കാത്തിന്റെ മുതലുകൾ കെട്ടിക്കിടക്കുകയാണ്, കള്ളന്മാര് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് വേണം നീ കാവല് നിൽക്കണം. നബിയെ ഏറ്റു. രാത്രി അബൂ ഹുറൈറ ഇങ്ങനെ കാവല് നിൽക്കുമ്പോൾ ഒരു കാലടി ശബ്ദം കേൾക്കാൻ. രാത്രി ചെന്ന് നോക്കുമ്പോൾ ഒരു കള്ളൻ അതിനകത്ത് കയറിയിട്ട് ഈത്തപ്പഴം വാരി ചാക്കിൽ നിറക്കിയാണ്. ഓടിച്ചെന്നവൻ അങ്ങ് പിടിച്ചു. പിടിച്ചപ്പോ അവൻ തൊഴുകൈകളോടെ പറഞ്ഞു, എന്നെ വിടണം, എന്നെ ഉപദ്രവിക്കരുത്, ആരോടും എന്നെ പറ്റി പറയരുത്. ഞാൻ എന്റെ മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് വന്നതാണ്. എന്റെ മക്കളുടെ ദാരിദ്ര്യമാണ് എന്നെ ഇവിടെ മോഷ്ടിക്കാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല, ഞാൻ ഉപേക്ഷിക്കുകയായി. എന്നെ ദയവ് ചെയ്ത് വെറുതെ വിടണം, എന്റെ മക്കൾക്ക് വേണ്ടി. പൊക്കോളാന്ന് പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞു. പോയി കാവല് നിന്നു. വീണ്ടും സെക്യൂരിറ്റി അല്ലേ. സുബഹിക്ക് പള്ളിയിൽ ബാങ്ക് കൊടുത്തപ്പോ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിസ്കരിക്കാൻ. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേൽക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അബൂ ഹുറൈറ, ഇന്നലത്തെ കള്ളനെ നിന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ, ഇന്നലത്തെ കള്ളൻ നിന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. ഞെട്ടിപ്പോയി അബൂ ഹുറൈറ തങ്ങൾ. നബിയേ, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവൻ കള്ളനാണ്, നിന്നെ പറ്റിച്ചിട്ട് പോയതാ അബൂ ഹുറൈറ. നീ നോക്കിക്കോ, ഇന്നും വരും അവൻ. നബിയെ, ഇന്ന് ഞാൻ വിടൂല. ഒന്നും മിണ്ടിയില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിറ്റേന്ന് രാത്രിയായി. കാവല് നിൽക്കുമ്പോ അതാ കാലടി ശബ്ദം കേൾക്കുകയാണ്. കാൽ പെരുമാറ്റം കേട്ടപ്പോ ഓടിച്ചെന്നവനെ പിടിക്കുകയാ. രക്ഷയില്ലടാ, രക്ഷയില്ല. ആ സമയത്ത് തൊഴുകൈകളോട് വന്ന കള്ളൻ, അങ്ങനാണല്ലോ കള്ളന്മാര്. കള്ളൻ പറഞ്ഞു, ഇന്നലെ ഞാൻ വന്നത് പറഞ്ഞല്ലോ, മക്കളുടെ പട്ടിണിയും കരച്ചിലും കണ്ടിട്ടാണ്. എന്റെ മക്കള് കാത്തിരുന്നു സഹോദരാ. നീ വിരട്ടിവിട്ടപ്പോ ഞാൻ എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ലേ പോയത്. തിരിച്ച് ഞാൻ കൊണ്ടു ചെല്ലുന്ന കാരക്ക തിന്നാൻ എന്റെ മക്കള് കൊതിച്ചിരുന്നു. പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു 2-3 കഷണം എടുക്കാൻ വേണ്ടി വന്നതാ. അത്രയും സങ്കടമാണ് എന്റെ വീടിന്റെ അവസ്ഥ. എന്തായാലും ഇത് സക്കാത്തിന്റെ മുതലല്ലേ, വല്ലാത്ത പട്ടിണിയാണ്. അവൻ പറഞ്ഞ അനുവാദം ഇല്ല. അബൂ ഹുറൈറയുടെ മനസ്സങ്ങ് അലിഞ്ഞുപോയി. അനുവാദം ഇല്ല സഹോദര, എന്നാ ഞാൻ പൊക്കോളാം, ഇനി വരില്ല, ഇനി വരരുത്. ഇല്ല, വരില്ല. പോയി. പിറ്റേന്ന് സുബഹി നിസ്കാരത്തിന് അബൂ ഹുറൈറയ്ക്ക് വെപ്രാളമായി. നബി തങ്ങൾ എന്തായാലും അറിയും, കാരണം തലേ ദിവസം അറിഞ്ഞതല്ലേ. നിസ്കാരം കഴിഞ്ഞ് നബി തങ്ങളെ വിളിക്കാതെ തന്നെ അങ്ങോട്ട് ചെന്നിട്ട്, നബിയേ, അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറ ഇന്നും അവൻ പറ്റിച്ചു കളഞ്ഞല്ലേ? അതേ നബിയേ. ആ സാരയില്ല, ഇന്ന് വരും, അവനെ പിടിച്ചു വെച്ചോളണം. ഏറ്റു നബിയെ. 3-ാം ദിവസത്തിന്റെ രാത്രിയില് അയാള് വരുന്നതിനെ കാത്തു നിൽക്കുകയാണ് അബൂ ഹുറൈറ. ആ മനുഷ്യനതാ ഈ പറയുന്ന ഗോഡൌണിലേക്ക് കയറുന്നു, ഈത്തപ്പഴമെടുക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഓടിച്ചെന്ന് പിടിച്ചിട്ട് പറഞ്ഞു, മക്കളെ കരഞ്ഞാലും ശരി, നിന്റെ ഭാര്യ എന്ത് ചെയ്താലും ശരി, വിടൂലടാ, നിന്നെ ഞാൻ വിടൂല.
അയാൾക്കറിയാം പിടി വീണു, ഇനി രക്ഷയില്ല. അപ്പൊ ഈ കള്ളം പറഞ്ഞു വിടണ്ട, നീ വിടണ്ട, ഞാൻ നിനക്കൊരു അറിവ് പഠിപ്പിച്ചു തന്നാ നീ എന്നെ വിടുവോ? ആർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം, നീ എന്നെ വിടുവോ? ഞാൻ ഇനി മോട്ടിക്കാനേ വരില്ല. ഇത് കള്ളമല്ല, ഇത് കള്ളമല്ല. നിനക്കെന്താ അറിവ് പറ, നീ പറഞ്ഞതാ. എന്താണ് അറിവ്? എടോ, നിന്റെ വീട്ടില് അല്ലെങ്കിൽ ഈ ഗോഡൌണില് അല്ലെങ്കിൽ നിന്റെ വീട്ടില് ശൈത്താൻ കേറാതിരിക്കാനുള്ള പണി പറഞ്ഞു തരട്ടെ, പിശാച് വരാതിരിക്കാനുള്ള പണി പറഞ്ഞു തരട്ടെ. അതാ ഞാൻ എന്താ വേണ്ടത്? രാത്രി കിടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി, സിംഹാസനത്തിന്റെ സൂക്തമോദണം. ആയത്തുൽ കുർസി ഏറ്റവും വലിയ ആയത്താണ്, ഏറ്റവും വലിയ മഹത്വമുള്ള ആയത്താണ്. അത് ഓതിയിട്ട് കിടന്നോ, ശൈത്താൻ നിന്റെ വീട്ടിൽ വരൂല. പോരെ അബ്ദുൽ ഹക്കീം അങ്ങോട്ട് പോണം, ഇങ്ങോട്ട് വരി. നിന്റെ വീട്ടിൽ ശൈത്താൻ വരൂല. പോരെ, നിനക്ക് അത്ര പോരെ? അബൂ ഹുറൈറ നമ്മക്കാണെങ്കിൽ ഇവിടെ മൈക്കും വെച്ച് കെട്ടി പോസ്റ്റർ അടിച്ച് ഫ്ലക്സ് അടിച്ച് എന്തൊക്കെ ചെയ്താലും വഴുത് വെക്കാൻ ആള് വരാൻ വരില്ല, ആളുകൾ വരില്ല. നിങ്ങൾ നോക്ക്, അബൂ ഹുറൈറ തങ്ങൾക്ക് ഒരു അറിവ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ എന്തായാലും ഒരു അറിവ് പഠിപ്പിച്ചു തന്നേലേ. അപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതിയ പിശാച് വരൂലല്ലേ? അതെ, വരില്ല. ശരി, നീ പൊക്കോ, നീ എന്തായാലും ഒരു അറിവ് പഠിപ്പിച്ചു തന്നേലേ, നബി തങ്ങളടുത്ത് ഞാൻ പറഞ്ഞോളാം. അവനങ്ങ് വിട്ടു. മൂന്നാം ദിവസം സുബഹി നിസ്കാരത്തിന് മസ്ജിദുൻ നബവിയിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. അബൂ ഹുറൈറ തങ്ങൾ അടുത്തേക്ക് ചെന്ന് മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയേ, ഇന്നലെ അവന് വന്നിരുന്നു, ഞാൻ അവനെ വിട്ടു. എന്താ വിടാനുള്ള കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബേ, അവൻ എനിക്കൊരു അറിവ് പറഞ്ഞു തന്നു. എന്തറിവാ അബൂ ഹുറൈറ നിനക്ക് അവനെ പഠിപ്പിച്ചു തന്ന, കള്ളം പറഞ്ഞു തന്ന അറിവേദാ? ആ സമയത്താണ് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, രാത്രി കിടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതിയാൽ ആ സ്ഥലത്ത്, ആ വീട്ടില് പിശാച് വരില്ലെന്ന് പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പാൽ പുഞ്ചിരിയുണ്ടല്ലോ, 14 രാവിന്റെ പൗർണമിയെ ലജ്ജിപ്പിക്കുന്ന സൗന്ദര്യത്തിന്റെ മകുടോരാകരണമേ, അഷ്റഫുൽ ഖൽഖിന്റെ പല്ലിമുട്ട നിരത്തി വെച്ചതുപോലുള്ള ദന്തനിരകളെ അല്ലാഹുവിന്റെ ഹബീബ് ചിരിക്കുകയാ. ചിരിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, ആ പറഞ്ഞത് സത്യം തന്നെയാണ്. കിടക്കാൻ നേരത്ത് ആയത്തുൽ കുർസി ഓതിയാൽ ആ വീട്ടിൽ പിന്നെ ശൈത്താൻ വരൂല. അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് അതിന് സപ്പോർട്ടും കിട്ടിയപ്പോ അബൂ ഹുറൈറ തങ്ങൾക്ക് 100 രാജ്യം കീഴടക്കിയ സന്തോഷം വന്ന് ഇറങ്ങി പോവുകയാ. എന്റെ പ്രിയപ്പെട്ട കൊച്ചാലും മൂട്ടുകാരാ, പോകാൻ നേരത്തെ റസൂലുള്ള വീണ്ടും വിളിച്ചു, അബൂ ഹുറൈറ ഇങ്ങ് വന്നേ. ഓടി വന്നു, ലബ്ബൈക വസഅദൈക യാ റസൂലല്ലാഹ്. എന്താ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, വന്നതാരെന്ന് നിനക്കറിയോ? ആ 3 രാത്രിയിലും ഗോഡൌണിൽ കയറി ഈത്തപ്പഴം മോട്ടിക്കാൻ വന്ന 3 ദിവസവും 2 ദിവസവും മക്കളുടെ ദാരിദ്ര്യവും പ്രാരാബ്ധവും പറഞ്ഞ് രക്ഷപ്പെട്ടു പോയി. 3-ാം ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുന്ന വീട്ടില് പിശാച് വരില്ലെന്ന് പറഞ്ഞു തന്ന കള്ളനായ ഗുരു ആരെന്നറിയോ? ഇല്ല യാ റസൂലല്ലാഹ്, ദാക ശൈത്താൻ. ആ വന്നത് ശൈത്താനാണ് അബൂ ഹുറൈറ, ശൈത്താനാണ്. അതെ, ഞാൻ ആയത്തുൽ കുർസി ഓതുന്ന വീട്ടിൽ വരൂലെന്ന് പറഞ്ഞത് ബുഖാരി ഇമാമല്ല, ഇമാം മുസ്ലിം അല്ല. ആരാ പറഞ്ഞത്? അബൂ ദാവൂദ് അല്ല, തുർമുദി അല്ല, നസായി അല്ല, ഇബ്നു മാജയല്ല, അബൂ ഹനീഫയല്ല, ഷാഫി ഇമാമല്ല, മാലിക് ഇമാമല്ല, അഹ്മദ് ഇബ്നു ഹംബൽ അല്ല, റാഫി ഇമാമല്ല, നബവി ഇമാമല്ല. പിന്നെ ആരാ? സാക്ഷാൽ ഇബ്ലീസുൽ ലഈൻ, ശൈത്താൻ തന്നെയാണ് പറഞ്ഞത് ആയത്തുൽ കുർസി ഓതുന്ന വീട്ടിൽ ഞാൻ വരൂല. പിന്നെന്താ പ്രശ്നം? ഈ ശൈത്താൻ വന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വീട്ടിലുണ്ടാവോ? അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ ശൈത്താനെ ഓടിക്കാനുള്ള മന്ത്രം ഉണ്ടാവണം. ആ മന്ത്രം ഏതാണ്? വിശുദ്ധ ഖുർആന്റെ പാരായണം, ആയത്തുൽ കുർസിയുടെ പാരായണം. ആ പാരായണം ഓതിയാൽ ആകാശ ലോകത്തുള്ള മലക്കുകൾക്ക് നമ്മുടെ വീട് ഈ കൊച്ചാലുമൂട് പള്ളിയുടെ തിളക്കം പോലെ നമ്മുടെ വീട് തിളങ്ങുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത, അസത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്നും തമാശയ്ക്ക് പോലും അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോൻ അബ്ദുള്ളയുടെ തങ്കക്കുടം നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഇന്നത്തെ രാത്രി മുതൽ തീരുമാനം എടുക്കണം.